അപ്പോൾ നമ്മൾ വെക്ടേഴ്സിലെ തന്നെ വെക്ടറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് പഠിക്കുന്നത്, വെക്ടർ പ്രോഡക്റ്റ്. അതിൽ ആദ്യം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചു. ഇനി ക്രോസ് പ്രോഡക്റ്റാണ് പഠിക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇതിനെ വെക്ടർ പ്രോഡക്റ്റ് എന്നും പറയും. അത് ഇങ്ങനെ എഴുതുന്നത് എ ക്രോസ് ബി. കണ്ട, ക്രോസ് പ്രോഡക്റ്റ് ഇതൊരു വെക്ടറാണ്. ഇതിൻ്റെ ആൻസർ ഒരു വെക്ടറാണ്. ഫസ്റ്റ് വൺ എ ക്രോസ് ബിയുടെ ഡെഫിനിഷനാണ്. എ ക്രോസ് ബി എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ ഓഫ് ദ ആംഗിൾ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. കണ്ട, അപ്പോൾ എയുടെ മോഡുലസ് ബിയുടെ മോഡുലസ് എയ്ക്കും ബിക്കും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ് അതൊരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഇതൊക്കെ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ മോഡുലസ് ഓഫ് എ 2 എന്ന് കിട്ടിയതിരിക്കുക, മോഡുലസ് ഓഫ് ബി 3 സൈൻ തീറ്റ ഇപ്പോൾ 30 45 ഒക്കെ ഇടുമ്പോൾ വില കിട്ടത്തില്ലേ, അങ്ങനെ ഒരു വില കിട്ടിയതിരിക്കട്ടെ. പിന്നെ കാണുന്ന ഒരു വെക്ടറാണ് ഇവിടെ എൻ ക്യാപ്, ഒരു യൂണിറ്റ് വെക്ടർ. ഏതോ ഒരു വെക്ടർ, ഇപ്പോൾ 2 + 3 അങ്ങനെ എന്താ ഒരു വെക്ടർ, അത് യൂണിറ്റ് വെക്ടർ, അതിൻ്റെ മോഡുലസ് 1 ആയിട്ടുള്ള ഒരു വെക്ടർ. അപ്പം നോക്കി, ഈ നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, പിന്നെ അത് വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു വെക്ടറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എ ക്രോസ് ബി ഒരു വെക്ടറാണ്. എ ക്രോസ് ബി എന്തുവാണ്? ഒരു വെക്ടറാണ്. എ ക്രോസ് ബിയുടെ ആൻസർ വെക്ടറാണ്. ആൻസർ എ ഡോട്ട് ബി ഒരു സ്കേലാർ ആയിരുന്നു, ഒരു നമ്പറാണ് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ട് എ ക്രോസ് ബി ഈസ് എ വെക്ടർ. എ ക്രോസ് ബി എന്ന് പറഞ്ഞ ആൻസർ ഒരു വെക്ടറാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത് തീറ്റ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആംഗിൾ എയ്ക്കും ബിക്കും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. എൻ ക്യാപ്പോ, എൻ ക്യാപ്പ് ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ആണ്. കേട്ടോ, യൂണിറ്റ് ക്യാപ്പ് ഇട്ടേക്കുന്നുണ്ടോ, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് രണ്ട് വെക്ടർ തന്നാൽ അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് എൻ ക്യാപ്പ്. യൂണിറ്റ് വെക്ടറുമാണ്, രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലറുമാണ്. അതാണ് എൻ ക്യാപ്പിന്റെ പ്രത്യേകത. അടുത്തത് നമുക്കറിയാം, വെക്ടർ അതിനകത്ത് വെക്ടർ എ ബി വെക്ടർ ബി എ ഈക്വൽ ആണോ? അല്ല. വെക്ടർ എ ബി വെക്ടർ ബി എ ഈക്വൽ മൈനസ് ഇടണം. ദാറ്റ് ഈസ് വെക്ടർ എ ബിയും വെക്ടർ ബി എ ഈക്വൽ ആണെങ്കിൽ മൈനസ്. അപ്പൊ വെക്ടർ എ ബി ഇസിക്കലും മൈനസ് ഓഫ് വെക്ടർ ബി എന്നാണ്. അതേ കണക്ക് വെക്ടർ എ ക്രോസ് ബി വെക്ടർ ആണ്. എ ക്രോസ് ബി ഇസിക്കലും മൈനസ് ബി ക്രോസ് എ ആണ്. അപ്പോൾ അത് തിരിച്ചെഴുതണമെന്ന് തോന്നിയാൽ ഒരു മൈനസ് സൈൻ കൊടുത്തേക്കണം. എ ക്രോസ് ബി ഇസിക്കലും മൈനസ് ബി ക്രോസ് എ. അടുത്തത് എ ക്രോസ് എ കാണാം. എ ക്രോസ് എ, എ ക്രോസ് എ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എ മോഡുലസ് എ ബിക്ക് വരെ എ ഇടണം. അപ്പൊ മോഡുലസ് ഓഫ് എ തന്നെ എയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റയുടെ സ്ഥലത്ത് വരുന്നത്. അപ്പൊ എയും തമ്മിലുള്ള ആംഗിൾ 0 അല്ലേ, സൈൻ 0 അല്ലേ, അപ്പൊ അത് 0 ആയി പോകും. അപ്പം ഇവിടെ ബിക്ക് വരെ എ ഇട്ടാൽ ഇവിടെ എ വരും, മോഡുലസ് ഓഫ് എ വരും, സൈൻ 0 അവിടെ വരുന്നത് എയും തമ്മിലുള്ള ആംഗിൾ. അപ്പൊ എ ക്രോസ് എ 0. അതായത് ഏത് വെക്ടർ രണ്ട് വെക്ടർ ക്രോസ് എടുത്താലും 0 എന്നാ. സെയിം വെക്ടർ ക്രോസ് എടുത്താൽ അതിന്റെ അർത്ഥം എന്തുവാ? 0. അല്ലെങ്കിൽ പിന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, രണ്ട് എ ക്രോസ് ബി 0 എന്ന് വെച്ചാൽ എയും ബിയും പാരലൽ എന്നാണ്. അപ്പൊ ക്രോസ് 0 എന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഇല്ല കേട്ടോ, 0. അപ്പൊ എയും ബിയും പാരലൽ. എ പാരലൽ ടു ബി പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എ ക്രോസ് ബി 0. അപ്പൊ എ ക്രോസ് എ 0 ആണ്. അടുത്തത് അതെ. അപ്പൊ ഐ ക്രോസ് ഐ ഒക്കെ എന്തുവാ? ഐ ക്രോസ് ഐ 0 ആണ്. സെയിം വെക്ടർ അല്ലേ. ജെ ക്രോസ് ജെ 0 ആണ്. കെ ക്രോസ് കെ 0 ആണ്. ഇനി ഐ ക്രോസ് ജെ എന്തുവാ? ഐ ക്രോസ് ജെ എന്ന് വെച്ചാൽ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? ഈ ഡെഫിനിഷൻ എ ക്രോസ് ബിയുടെ മോഡുലസ് ഓഫ് ഐ മോഡുലസ് ഓഫ് ജെ അല്ലേ. ആദ്യത്തെ മോഡുലസ്, രണ്ടാമത്തെ മോഡുലസ്, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആദ്യത്തതും രണ്ടാമത്തത് 90 ആണ്. അത് എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ, ഇത് വൈ ആക്സിൽ. എക്സ് ആക്സും വൈ ആക്സും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ. ദെൻ ഈ ആക്സിസ് ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ ഏതാ? എക്സ് ആക്സിലായി വൈ ആക്സിലായി. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് കെ എന്ന് പറഞ്ഞ വെക്ടർ, യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് ഐയുടെ മോഡുലസ് 1, ജെയുടെ മോഡുലസ് 1, സൈൻ 91. അപ്പൊ കെ എന്ന് മാത്രം വരും ആൻസർ. ഐ ക്രോസ് ജെ എന്താ വരും? കെ. ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ. അപ്പം ഐ ക്രോസ് ജെ കെ ആണെങ്കിൽ നമുക്കറിയാം ജെ ക്രോസ് ഐ മൈനസ് കെ ആണ് അല്ലേ, തിരിച്ചു വരും മൈനസ് കെ. അപ്പൊ അതെങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഐ ക്രോസ് ജെ, ഇങ്ങനെ ഒരു സെയിം ഡയറക്ഷൻ ഇട്ട് കൊടുക്കുക. ഐ ജെ കെ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ പോവുക. അപ്പൊ ഒരേ ഡയറക്ഷൻ ഐ ക്രോസ് ജെ, രണ്ടെണ്ണം ക്രോസ് എടുത്താൽ മൂന്നാമത്തെ ധാനം വരുന്നത് കെ. കണ്ട, അപ്പൊ ഒരേ അപ്പൊ തിരിച്ച് ജെ ക്രോസ് ഐ വരുമ്പോ എന്തോ വരും? മൈനസ് കെ വരും. കെ മൈനസ് കെ വരും. അതായത് തിരിഞ്ഞു നോക്കണ്ടേ ഐയെ കാണാൻ? കണ്ട, സെയിം ഡയറക്ഷൻ ആണ് പ്ലസ്. ഈ ജെ തിരിച്ചു നോക്കിയാലും അപ്പൊ മൈനസ് വരും.
അത് കണക്ക് നോക്കിയേ ജെ ക്രോസ് കെ, ജെ ക്രോസ് കെ, ആ ജെയും കെയും അല്ലാത്ത സാധനം ഐ. അപ്പോൾ കെ ക്രോസ് ഐ എടുക്കുമ്പോൾ മൈനസ് ഐ വരും. അതേ കണക്ക് തന്നെ കെ ക്രോസ് ജെ ഒരേ ഡയറക്ഷനാണ്, കെ ക്രോസ് ഐ അതെന്തോ ഒരു ജെ വരും. അപ്പൊ ഇങ്ങനെ ഇത് ഓർത്തു വെക്കാം ആ പടം ഉപയോഗിച്ച് കേട്ടോ. അതെ, അടുത്തത് അടുത്ത പ്രോപ്പർട്ടി എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കാം. അതായത് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് വേറെ. എ ക്രോസ് ബി പ്ലസ് സി ഇൻറ്റു കണക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈയിങ് വെക്ടേഴ്സ്. എ ഇൻറ്റു ബി പ്ലസ് ഇൻറ്റു അല്ലേ, ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, വെക്ടർ പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ കണക്കുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അത് സാറ്റിസ്ഫൈ. ഇനി കുറെ ഫോർമുലാസ് എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നവരാ. രണ്ട് വെക്ടേഴ്സ് എക്സാമ്പിൾ ആയിട്ട് തരാം. 3i മൈനസ് 2j പ്ലസ് കെ ഒരു വെക്ടർ തന്നെ എ എന്ന് പേര്, ബി എന്ന് പറഞ്ഞ വേറൊരു വെക്ടർ, 5i മൈനസ് ജെ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എ ക്രോസ് ബി കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്. എ ക്രോസ് ബി ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു, നമ്മൾ സൈൻ ഓഫ് ദി ആംഗിൾ ഒന്നും എടുക്കണ്ട, ഡിറ്റർമിനന്റ് ആയത് കേട്ടോ. ഡിറ്റർമിനന്റ് ആദ്യം വെക്ടർ അല്ലേ, ഐ ജെ കെ ആദ്യത്തെ റോ ഐ ജെ കെ, രണ്ടാമത്തെ റോ എ അല്ലേ ഇവിടെ. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് 3 മൈനസ് 2 1, 3 മൈനസ് 2 1. അടുത്തത് ബിയുടെ 5 മൈനസ് 1, ഇവിടെ കെ ഇല്ലാത്തതുകൊണ്ട് 0, 5 മൈനസ് 1 0. ഇതാണ് എ ക്രോസ് ബി. അപ്പൊ ആദ്യം ഐ ജെ കെ എഴുതണം, പിന്നെ ഇത് 3 മൈനസ് 2 1, കെയുടെ 1 ഇവിടെ 5 മൈനസ് 1 പ്ലസ് 0 കെ ആണ് 0. ഇനി എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെ, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ഐ ഇൻറ്റു അതിന്റെ മൈനർ എന്ന് വെച്ചാൽ ഇപ്പൊ ഐ ജെ കെ 3 മൈനസ് 2 1 5 മൈനസ് 1 0. ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ്. അപ്പൊ ഇതിന്റെ ഐയുടെ മൈനർ എന്ന് വെച്ചാൽ ഐ നിൽക്കുന്ന വരി റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് കാണുന്ന സാധനമാണ്. കണ്ടോ, ഇവിടെ കണ്ടല്ലോ, -2 1 -1 0. ഇതാണ്. ഇനി ഫസ്റ്റ് എലമെന്റ്, ആദ്യത്തെ എലമെന്റ് ഇൻറ്റു അതിന്റെ മൈനർ, അത് മായ്ച്ചു കളഞ്ഞാൽ മതി, അത് വരിയും നിരയും ഡിലീറ്റ് ചെയ്യുക. മൈനസ് സെക്കൻഡ് എലമെന്റ് ജെ, മൈനസ് സെക്കൻഡ് എലമെന്റ് മൈനസ് ഇട്ടിട്ട് ഈ രണ്ടാമത്തെ എലമെന്റ് എഴുതണം. ഇത് നിൽക്കുന്ന വരിയും നിരയും ഒന്ന് ഡിലീറ്റ് ചെയ്തേ. ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഐ ജെ കെ, ജെയുടെ മൈനർ കാണുക എന്ന് പറയും. ജെയുടെ മൈനർ കാണുക, ജെ നിൽക്കുന്ന ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുക. അപ്പൊ 3 1 -5 0, 3 1 -5 0 കണ്ടോ. പ്ലസ് കെ ഇൻറ്റു കെ എങ്ങനെയാ, ഈ എലമെന്റ്, ഈ മൂന്നാമതിരിക്കുന്ന എലമെന്റ് ഇൻറ്റു അതിന്റെ മൈനർ. മൂന്നാമത്തെ മൈനർ കാണുന്നത് എങ്ങനെയാ, മൂന്നാമത്തെ മൈനർ കാണുന്ന 3 നിൽക്കുന്ന ഈ കെ നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന എത്ര കിട്ടുന്ന 3 ആയിട്ട്, 3 -2 -5 പ്ലസ് 5 അവിടെ 3 -2 5 -1 കണ്ട. അങ്ങനെയാണ് മൈനർ കാണുന്നത്. ഇനി 2 എലമെന്റ് ഉള്ള ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 എലമെന്റ് ഉള്ള ഒരു ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന, എ ബി സി ഡി, ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന, ഇത് ഇങ്ങോട്ട് കുടിക്കുക, എ ഇൻറ്റു ഡി മൈനസ് ഇടുക ബി ഇൻറ്റു സി കണ്ട. അപ്പൊ അതേ കണക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം, ഐ ഇൻറ്റു കുടിക്കുമ്പോൾ ഇങ്ങനെ വരും, ഇത് രണ്ടും കൂടെ കുടിക്കുമ്പോൾ 0 -2 ഇൻറ്റു 0 0. ഇനി മൈനസ് ആയി കിട്ടി, ഇത് രണ്ടും കൂടെ കുടിക്കണം, -1 മൈനസ് ജെ ഇൻറ്റു ഇത് രണ്ടും കൂടെ കുടിക്കണം. 3 0 കുടിക്കുമ്പോൾ 3 ഇൻറ്റു 0 0 അല്ലേ, മൈനസ് ഇടുക, ഇത് രണ്ടും കൂടെ കുടിക്കുക, -1 പ്ലസ് കെ ഇൻറ്റു ഇത് രണ്ടും കൂടെ കുടിക്കുക, 3 ഇൻറ്റു -3 മൈനസ് ഇടുക, ഇത് രണ്ടും കൂടെ ഗുണിക്കുക, -10. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് -1 പ്ലസ് 1 1i കൈനെഴുതിയത് മൈനസ് ജെ ഇൻറ്റു ഇതിനകത്ത് പ്ലസ് 5 അല്ലേ, പ്ലസ് 5 പ്ലസ് കെ ഇൻറ്റു -3 പ്ലസ് 10 -3 7. അപ്പോൾ ആൻസർ എന്തുവാ, എ ക്രോസ് ബിയുടെ i -5j പ്ലസ് 7k ഉണ്ടാവും. ക്രോസ് പ്രോഡക്റ്റ് ഇങ്ങനെയാണ് എ ക്രോസ് ബി എടുക്കുന്നത്. ഇതിന്റെ മോഡുലസ് കാണാൻ പറഞ്ഞാൽ മോഡ് എ ക്രോസ് ബി നിങ്ങൾക്ക് അറിയാം. എ ക്രോസ് ബിയുടെ മോഡുലസ് √1 പ്ലസ് ഐയുടെ നമ്പർ 1 ആണ്. ഇവിടെ -5ന്റെ സ്ക്വയർ 25 പ്ലസ് 7ന്റെ സ്ക്വയർ 49. ഇതാണ് മോഡുലസ്. അപ്പോൾ എ ക്രോസ് ബി ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എ ക്രോസ് ബിയുടെ കാണുന്ന തിയറി നമുക്ക് എഴുതാം. അപ്പോൾ 2 വെക്ടേഴ്സ് എ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഫസ്റ്റിന്റെ A1 B1 C1 ഇല്ല. അപ്പം വെക്ടർ നമുക്ക് ഇങ്ങനെ നോട്ട് A1i പ്ലസ് B1j പ്ലസ് C1k. അടുത്ത രണ്ടാമത്തെ ബി ഇരിക്കട്ടെ, അതിൻ്റെ സെക്കൻഡ് A2 B2 C2. ഡയറക്ഷൻ റേഷ്യോസിന്റെ സിമ്പിൾ ABC അല്ലേ. അപ്പൊ സെക്കൻഡ് എന്ന് കാണിക്കാൻ A2 B2 C2, A2i പ്ലസ് B2j പ്ലസ് C2k ചെയ്തിരിക്കും. അപ്പൊ എ ക്രോസ് ബി എഴുതുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞ ഡിറ്റർമിനന്റ് ആണ് ഉത്തരം.
ആദ്യത്തെ റോയിൽ IJK ആണ്. IJK. രണ്ടാമത്തത് ഇതിന്റെ കോഎഫിഷ്യൻസ് A1 B1 C1. A1 B1 C1. അടുത്ത റോ A2 B2 C2. A2 B2 C2. ഇതാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ചെയ്തത്. ഡിറ്റർമിനന്റ് ആണ്. IJK ആണ് 3 - 2 1. അടുത്ത 5 - 1 0. ഇങ്ങനെയാണ് A ക്രോസ് B. അടുത്തത് ഒന്ന് രണ്ട് ഫോർമുലാസ് കൂടി ഇതിലുണ്ട്. ഫോർമുലാസ് അതായത് അടുത്ത യൂണിറ്റ് വെക്റ്റർ, അതായത് നമ്മുടെ എൻ ഗ്യാപ്പ് കണ്ടില്ലേ, അത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കാണുന്ന ഫോർമുല നമുക്കറിയാം. യൂണിറ്റ് വെക്റ്റർ കാണുമ്പോൾ ഒരു മോഡുലസ് അടിയിൽ കാണും. ഇതാണ് A ക്രോസ് B ബൈ മോഡ് A ക്രോസ് B ആണ് അതിന്റെ ഫോർമുല. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കാണുന്ന ഇതാണ് A ക്രോസ് B ബൈ മോഡ് A ക്രോസ് B. A ക്രോസ് B ബൈ മോഡ് അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇതാ A ക്രോസ് B എന്ന് വെച്ചാൽ മോഡ് A മോഡ് B സൈൻ തീറ്റ ഇൻറ്റു എൻ ഗ്യാപ്പ്. ഇനി മോഡുലസ് എടുത്താൽ ഇവിടെ മോഡുലസ്, ഇതിലേക്ക് മോഡുലസ് ഓൾറെഡി ഉണ്ട്. ഈ എൻ ഗ്യാപ്പിന്റെ മോഡുലസ് അങ്ങ് 1 ആയി പോകും ഇല്ലേ. അപ്പൊ സൈൻ തീറ്റയുടെ ഫോർമുല ഇതിനകത്ത് നമുക്ക് കിട്ടും. മോഡ് A ക്രോസ് B ബൈ മോഡ് A മോഡ് B. മോഡ് A മോഡ് B. ഇനി ഈ A ക്രോസ് ബിയുടെ ഡെഫിനിഷൻ നോക്കാം. A ക്രോസ് B ഈസ് ഈക്വൽ ടു മോഡ് A മോഡ് B സൈൻ തീറ്റ ഇൻറ്റു എൻ ഗ്യാപ്പ്. ഈ സൈൻ തീറ്റയുടെ വില ഇട്ടുകൂടും. ഇവിടെ സൈൻ തീറ്റയുടെ വില ഇട്ടുകൂടും. ഇത് മോഡ് A ക്രോസ് B ബൈ മോഡ് A മോഡ് B. കണ്ടാ. അപ്പൊ മോഡ് A മോഡ് B ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് എൻ ഗ്യാപ്പിന്റെ വില താഴോട്ട് വരും. A ക്രോസ് B ബൈ മോഡ് A ക്രോസ് B. അപ്പൊ അത്രയൊന്നും അറിഞ്ഞില്ലെങ്കിലും ഈ ഫോർമുല ഓർക്കുക. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ. അപ്പൊ രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലറുള്ള യൂണിറ്റ് വെക്റ്റർ കാണുന്ന ഫോർമുല. ക്രോസ് പ്രോഡക്റ്റ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് മേളിൽ. ഇനി യൂണിറ്റ് ആക്കണമെങ്കിൽ ഇതിന്റെ തന്നെ മോഡുലസ് താഴെ. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B. ഈ A അപ്പൊ ഇനി ഈ യൂണിറ്റ് ഒന്ന് വാക്ക് കളഞ്ഞേ. അപ്പൊ എന്താവും? വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B എന്തോ വരും? ഈ യൂണിറ്റ് കളയുമ്പോൾ ഈ താഴത്തെ മോഡുലസ് അങ്ങ് പോകും. A ക്രോസ് B. കണ്ടോ, ഇതാണ് അതിന്റെ ഫോർമുല. വെക്റ്റർ. അപ്പൊ രണ്ട് വെക്റ്റർ എന്നിട്ട് ഏത് രണ്ട് വെക്റ്റർ C ഓർ D, സിക്കും ഡിക്കും പെർപെൻഡിക്കുലർ വെക്റ്റർ C ക്രോസ് D ആണ്. എക്സും വൈ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. അതിന് പെർപെൻഡിക്കുലർ വെക്റ്റർ X ക്രോസ് Y ആണ്. അപ്പൊ ക്രോസ് എടുത്താൽ പെർപെൻഡിക്കുലർ വെക്റ്റർ ആണ് കിട്ടുന്നത്. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B A ക്രോസ് B ആണ്. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു A and B ആവുമ്പോൾ യൂണിറ്റ് ആക്കാനാണ് ഇതിന് അടിയിൽ അതിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. മോഡ് A ക്രോസ് B ആവുന്നത്. അടുത്ത ഫോർമുല ഏരിയ ഓഫ് ദ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. പാരലോഗ്രാമിന്റെ ഏരിയ when adjacent sides are A and B. A യും B യും adjacent sides. ഇതെല്ലാം ക്രോസ് പ്രോഡക്റ്റ് വരുന്നതാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന്റെ ആൻസർ മോഡ് A ക്രോസ് B. ഏരിയ ഓഫ് ദ പാരലോഗ്രാം when adjacent sides are A and B. അതിന്റെ adjacent sides A യും B യും ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്തുവാ? മോഡ് A ക്രോസ് B. അപ്പൊ നമ്മൾ ആലോചിക്കുക A ക്രോസ് B കാണുമ്പോൾ ഒരു വെക്ടറെ കിട്ടത്തുള്ളൂ. ഏരിയ ഇങ്ങനെ വെക്ടറായിട്ട് ഇരുന്നാൽ മതിയോ? പോരാ, അതിന്റെ മോഡുലസ് വേണം. അപ്പൊ A ക്രോസ് B ഇവിടെ മോഡുലസ് ആൻസർ എഴുതുന്നത്. സാറിന് A ക്രോസ് B എന്ന് കുട്ടികൾ പറയാതല്ല, മോഡുലസ് എടുത്താലേ നമ്പർ ആകുള്ളൂ. ഏരിയ ഓഫ് പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ 50 സ്ക്വയർ യൂണിറ്റ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ നമ്പർ വേണ്ടേ? വെക്ടറായിട്ട് മതി. അപ്പൊ A ക്രോസ് B അല്ല, മോഡ് A ക്രോസ് B ആണ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ നോക്കും. ABC ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പാരലോഗ്രാം ആക്കി. അപ്പൊ പാരലോഗ്രാം ആണെങ്കിൽ ഏരിയ എന്തുവാ? അഡ്ജസന്റ് സൈഡ്സ് എന്തുവാ? AB ക്രോസ് AC. AB ക്രോസ് AC അതിന്റെ മോഡുലസ് ആണ് ഇത് ട്രയാങ്കിൾ. ഇത് പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പൊ അതിന്റെ പകുതിയേ ഉള്ളൂ ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പൊ ഹാഫ് ഉണ്ട്. ഹാഫ് ഓഫ് AB ക്രോസ് AC. ഹാഫ് ഓഫ് AB ക്രോസ് AC ആണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. പാരലോഗ്രാം മോഡ് A ക്രോസ് B. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഒരു ഫോർമുലയും കൂടെ ഉണ്ട്, സൈൻ തീറ്റ. അപ്പൊ കോസ് അതിന്റെ ഞാൻ നേരത്തെ കാണിച്ചത്. എങ്കിലും കോസ് തീറ്റ ഇതല്ലായിരുന്നോ? A ഡോട്ട് B ബൈ മോഡ് A മോഡ് B. അപ്പൊ അതേ കണക്ക് ഓർത്താൽ മതി. സൈൻ തീറ്റ A ക്രോസ് B ക്കകത്ത സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ മേളിൽ A ക്രോസ് B ആണ്, താഴെ മോഡ് A മോഡ് B ആണ്. പക്ഷേ ഈ സൈൻ തീറ്റ വെക്ടർ ഒന്നും അല്ല, അതുകൊണ്ട് കണ്ട മോഡ് A ക്രോസ് B എഴുതാം. മോഡ് A ക്രോസ് B ബൈ സൈൻ തീറ്റ. അല്ലെങ്കിൽ A ക്രോസ് B മാത്രം ഇടുന്ന അത് വെക്ടർ ആൻസർ കിട്ടുന്നത്. സൈൻ തീറ്റ സ്കേലാർ അല്ലേ. അപ്പൊ അങ്ങനെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫോർമുലാസ്.